നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു റിപ്പോർട്ടറും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ഈ ജനം ടിവിയുടെ സോ കോൾഡ് റിപ്പോർട്ടർ മൈരൻ ചെയ്യുന്നത്. മതവേഷം കുത്തിയിറക്കാൻ നോക്കുന്നത് കണ്ടു നോക്കുക. അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ 2 കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. കേരള തീരത്ത് ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു. ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം. ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല. നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഗൈസ്, മാധ്യമധർമ്മം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ മതവേഷം മാധ്യമത്തിൽ കൂടെ കുത്തിയിറക്കുന്ന ഒരേ ഒരു ന്യൂസ് റിപ്പോർട്ടറും ഈ കേരളത്തിൽ കാണത്തുള്ളൂ. ഇവനും ഇവന്റെ പുകഞ്ഞ ജനം ടിവിയും മാത്രമേ ഉള്ളൂ. എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ് ആയ ന്യൂസ് കേട്ട് എല്ലാവരും വളരെയധികം വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും ഈ പൊട്ടന്റെ ചാനലിൽ കയറി അവന്റെ അമ്മ ചാകാൻ കിടന്നപ്പോൾ അച്ഛൻ മതിൽ ചാടിയ കഥ പറയാൻ വന്നത്. ഇവനെ പോലത്തെ കുറെ മതവേഷം കുടിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ തുപ്പുന്ന ഇങ്ങനത്തെ കുറെ ചാണക ചാനലും ഇങ്ങനത്തെ കുറെ വിഷം നിറയ്ക്കുന്ന റിപ്പോർട്ടേഴ്സിന്റെ വാക്കുകളും കാണാതിരിക്കുക. അല്ലെങ്കിൽ ഈ ചാനൽ ആരും കാണാറില്ല, എന്നാലും എങ്ങനെയോ ഇതെന്റെ ന്യൂസ് ഫീൽഡിൽ വന്നു. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കര ഒരു ദേഷ്യമാണോ വെറുപ്പാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ സീരിയസ്ലി ഇവനെ പോലത്തെ ആൾക്കാരുടെ ചാനൽ കാണാതിരിക്കുക. നോർത്തിൽ വേറൊരു റിപ്പോർട്ടറുണ്ട്, അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞത്. ഇവൻ നമ്മുടെ ഈ അനിൽ എന്തോ നമ്മുടെ കേരളത്തിലും ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ബ്രോ.